വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് LGS സിലബസിന് സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യ നേരിട്ട പ്രധാന വെല്ലുവിളികൾ എന്ന് പറയുന്ന ഒരു ടോപ്പിക് ഉണ്ട്. ആ പ്രധാന വെല്ലുവിളികൾ എന്ന് പറയുന്ന ടോപ്പിക്കാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യ നേരിട്ട പ്രധാനപ്പെട്ട രണ്ട് വെല്ലുവിളികൾ ഏതൊക്കെയാണെന്നറിയോ? ഒന്ന് നാട്ടുരാജ്യങ്ങളുടെ ഏകീകരണവും അടുത്തത് സംസ്ഥാന പുനഃസംഘടനയുമായിരുന്നു. അപ്പൊ എങ്ങനെയാ നാട്ടുരാജ്യങ്ങളുടെ ഏകീകരണം നടന്നേ, സംസ്ഥാന പുനഃസംഘടന എങ്ങനെയാ നടന്നേ തുടങ്ങിയ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോ ഇന്ത്യ സ്വതന്ത്രമായതോടുകൂടി ബ്രിട്ടീഷുകാരുടെ നിയന്ത്രണത്തിൽ നിന്നും 565 നാട്ടുരാജ്യങ്ങൾ സ്വാതന്ത്ര്യം നേടുകയാണ്. അപ്പൊ ബ്രിട്ടീഷുകാരുടെ എന്താ പറയുന്നത്, ബ്രിട്ടീഷുകാരുടെ നിയന്ത്രണത്തിൽ മേലായിരുന്നു 565 നാട്ടുരാജ്യങ്ങൾ. അപ്പൊ ഇന്ത്യ സ്വാതന്ത്ര്യം നേടി. ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയപ്പോ എന്തുണ്ടായി? ഈ 565 നാട്ടുരാജ്യങ്ങൾക്ക് ഒന്നുകിൽ ഇന്ത്യയിൽ തന്നെ തുടരാം, അല്ലെങ്കിൽ പാകിസ്ഥാനിൽ ചേരാം, അല്ലെങ്കിൽ സ്വതന്ത്രമായി നിൽക്കാനോ ഉള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. അങ്ങനെ ഇപ്പോ ഇന്ത്യയിലോ പാകിസ്ഥാനിലോ ചേരാൻ വെച്ചാൽ കുഴപ്പമില്ല. സ്വതന്ത്രമായിട്ട് നിൽക്കുകയാണെങ്കിൽ എന്താണ്, ഒരു യൂണിയൻ എന്ന് പറയുന്ന ആ ഒരു രീതി, അല്ലെങ്കിൽ ഒരു എന്താ പറയാ, രാജ്യം എന്ന് പറയുന്ന രീതി ഇല്ലാണ്ടായിട്ട് കുഞ്ഞു കുഞ്ഞു ചെറു രാജ്യങ്ങളായിട്ട് മാറില്ലേ? അപ്പൊ എന്തിനാ നമ്മൾ ഇത്രയും നാള് എന്തിനു വേണ്ടിയിട്ട്, നമ്മുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് പണിയെടുത്തത്? അപ്പോ നമ്മുടെ നാട്ടുരാജ്യങ്ങളുടെ, നമ്മുടെ ഇടക്കാല ഗവൺമെന്റ് ഒക്കെ അധികാരത്തിൽ വന്നു. ഇന്ത്യയുടെ ഉപപ്രധാനമന്ത്രി, ആഭ്യന്തരമന്ത്രി എന്നീ പദവികളിൽ സർദാർ വല്ലഭായ് പട്ടേലാണ് അന്ന് ഉണ്ടായിരുന്നത്. അപ്പൊ സ്വതന്ത്ര ഇന്ത്യയിലെ നാട്ടുരാജ്യങ്ങളുടെ ഏകീകരണത്തിന് നേതൃത്വം നൽകിയത് അദ്ദേഹമാണ്. അതൊരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യമാണ്. സ്വതന്ത്ര ഇന്ത്യയിലെ എന്ത്, നാട്ടുരാജ്യങ്ങളുടെ ഏകീകരണത്തിന്, നാട്ടുരാജ്യങ്ങളെ ഏകീകരിക്കാൻ, സ്വതന്ത്ര ഇന്ത്യയിലെ നാട്ടുരാജ്യങ്ങളെ ഏകീകരിക്കാൻ മുഖ്യ പങ്കുവഹിച്ച വ്യക്തി ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയും സർദാർ വല്ലഭായ് പട്ടേലാണ്. ആരാണ്? സർദാർ വല്ലഭായ് പട്ടേലാണ്. അദ്ദേഹം പറയാണ്, കഷ്ടപ്പെട്ട് നാം നേടിയ സ്വാതന്ത്ര്യം നാട്ടുരാജ്യങ്ങളാകുന്ന വാതായനങ്ങളിലൂടെ നമുക്ക് നഷ്ടപ്പെടാൻ പാടില്ല. പറയാണ്, കഷ്ടപ്പെട്ട് നാം നേടിയ സ്വാതന്ത്ര്യം നാട്ടുരാജ്യങ്ങളാകുന്ന വാതായനങ്ങളിലൂടെ നമുക്ക് നഷ്ടപ്പെടാൻ പാടില്ല എന്ന് പറഞ്ഞത് ആരാണ്? ഈ സർദാർ വല്ലഭായ് പട്ടേലാണ്. അപ്പൊ അദ്ദേഹമാണ് ഈ നാട്ടുരാജ്യങ്ങളുടെ ഏകീകരണത്തിനൊക്കെ വളരെ മുൻകൈയെടുത്ത വ്യക്തി. എന്നാൽ നാട്ടുരാജ്യങ്ങളുടെ ഏകീകരണത്തിന് പ്രധാന പങ്കുവഹിച്ച മലയാളി എന്നാണ് ചോദ്യമെങ്കിൽ, നാട്ടുരാജ്യങ്ങളുടെ ഏകീകരണത്തിന് പ്രധാന പങ്കുവഹിച്ച മലയാളി എന്നാണ് ചോദ്യമെങ്കിൽ, നിങ്ങൾ ഉത്തരം എന്തെഴുതണം? VP മേനോൻ. അപ്പൊ നാട്ടുരാജ്യങ്ങളുടെ ഏകീകരണത്തിന്, സ്വതന്ത്ര ഇന്ത്യയിലെ നാട്ടുരാജ്യങ്ങളുടെ ഏകീകരണത്തിന് മുഖ്യ പങ്കുവഹിച്ചത് സർദാർ വല്ലഭായ് പട്ടേലും, നാട്ടുരാജ്യങ്ങളുടെ ഏകീകരണത്തിന് നേതൃത്വം നൽകിയ മലയാളിയാണ് ചോദിക്കുന്നതെങ്കിൽ ആരുടെ പേരും പറയണം? നമ്മള് VP മേനോന്റെ പേര് പറയണം. എന്താ സർദാർ വല്ലഭായ് പട്ടേൽ പറഞ്ഞ്? കഷ്ടപ്പെട്ട് നാം നേടിയ സ്വാതന്ത്ര്യം നാട്ടുരാജ്യങ്ങളാകുന്ന വാതായനങ്ങളിലൂടെ നമുക്ക് നഷ്ടപ്പെടാൻ പാടില്ല എന്ന് പറഞ്ഞത് ആരാണ്? സർദാർ വല്ലഭായ് പട്ടേലാണ്. അങ്ങനെ നമ്മുടെ കൂടാതെ സ്വന്തമായി നിൽക്കണം എന്ന് പറഞ്ഞ് നിന്നിടുന്ന രാജ്യങ്ങളൊക്കെ ആയിരുന്നു ഹൈദരാബാദ് എന്ന് പറയുന്ന നാട്ടുരാജ്യം, അതുപോലെ തന്നെ കാശ്മീർ ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ ജൂനഗഡ് ഉണ്ടായിരുന്നു. ഹൈദരാബാദ്, കാശ്മീർ, ജൂനഗഡ് എന്ന് മൂന്ന് സ്ഥലങ്ങൾ ഉണ്ടായിരുന്നു. ഈ ഹൈദരാബാദിനെയും കാശ്മീരിനെയും ജൂനഗഡിനെയും നമ്മളിലേക്ക് ചേർക്കുകയാണ്. അത് ചില സൈനിക നടപടിയിലൂടെയാണ് നമ്മൾ ചേർത്തത്. ഹൈദരാബാദിനെ ഇന്ത്യൻ യൂണിയനിലേക്ക് ചേർത്തത് ഓപ്പറേഷൻ പോളോ വഴിയാണ്. കുറെ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. 1948 ഓപ്പറേഷൻ പോളോ വഴി ഹൈദരാബാദിനെ ഇന്ത്യൻ യൂണിയനിലേക്ക് ചേർത്തു. ആ സമയത്ത് ഹൈദരാബാദിന്റെ ഭരണാധികാരി ആരായിരുന്നു? നൈസാം ഉസ്മാൻ അലി. ഹൈദരാബാദ് ഭരിച്ചിരുന്നത് നൈസാം എന്ന് പറയുന്ന രാജവംശമായിരുന്നു എന്ന് ഓർക്കുക. നൈസാമിലെ ഉസ്മാൻ അലി ആരാണ്? ഉസ്മാൻ അലി ആയിരുന്നു. അപ്പൊ നൈസാം ഉസ്മാൻ അലി ഹൈദരാബാദ് ഭരിച്ചിരുന്ന സമയത്ത് 1948 ഓപ്പറേഷൻ പോളോ എന്ന സൈനിക നടപടിയിലൂടെ ഹൈദരാബാദിനെ ഇന്ത്യൻ യൂണിയനിലേക്ക് ലയിപ്പിക്കുന്നു. ഇനി അടുത്തത് കാശ്മീർ. കാശ്മീരില് എന്താണ് ഉണ്ടാവണേ? കാശ്മീരില് ഇൻസ്ട്രുമെന്റ് ഓഫ് അസെഷൻ ട്ടോ. ഇൻസ്ട്രുമെന്റ്, കാശ്മീരിലെ സൈനിക നടപടിക്ക് വിളിക്കുന്ന പേര് ഇൻസ്ട്രുമെന്റ് ഓഫ് എക്സെഷൻ ട്ടോ. ഇൻസ്ട്രുമെന്റ് ഓഫ് എക്സെഷൻ എന്ന നടപടി മുഖാന്തിരമാണ് കാശ്മീരിനെ ഇന്ത്യയിലേക്ക് ലയിപ്പിച്ചത് 1947
1947 കാശ്മീരിനെ ഇന്ത്യയിലേക്ക് കൂട്ടിച്ചേർത്തപ്പോ കാശ്മീരിൽ ആരായിരുന്നു രാജാവ്? രാജാ ഹരിസിംഗ് ആയിരുന്നു. ആരായിരുന്നു? രാജാ ഹരിസിംഗ് ആയിരുന്നു. കൂടാതെ ജൂനഗഡിനെ ഇന്ത്യൻ യൂണിയനിലേക്ക് ലയിപ്പിച്ചു. അത് ജനഹിത പരിശോധന വഴി. ജനഹിത പരിശോധന അഥവാ റഫറൻഡം എന്ന് ചോദിക്കാം. ജനഹിത പരിശോധന അല്ലെങ്കിൽ റഫറൻഡം വഴി 1948 ജൂനഗഡിനെയും ഇന്ത്യൻ യൂണിയനിലേക്ക് കൂട്ടിച്ചേർത്തു. അപ്പൊ നവാബ് അവിടെ ആരായിരുന്നു? ജൂനഗഡിലെ നവാബ് മുഹമ്മദ് മഹ്ബത്ത്. ആരാണ്? നവാബ് മുഹമ്മദ് മഹ്ബത്ത് ഗാഞ്ചി തേർഡ് ആയിരുന്നു എന്ന് ഓർത്തു വെക്കുക. അപ്പൊ ജൂനഗഡിനെ ഇന്ത്യൻ യൂണിയനിലേക്ക് ലയിപ്പിച്ചത് ജനഹിത പരിശോധന വഴി അല്ലെങ്കിൽ റഫറൻഡം വഴി 1948 നവാബ് മുഹമ്മദ് മഹ്ബത്ത് ഗാഞ്ചി എന്ന് പറയുന്ന രാജാവിന്റെ കാലത്ത്. അദ്ദേഹം മൂന്നാമനാണ് കേട്ടോ. അപ്പൊ ഈ 3 പേരെയും ലയിപ്പിച്ചു. ഇനി ഇത് കൂടാണ്ട് നമ്മുടെ പോണ്ടിച്ചേരി, ഏതാണ്? പോണ്ടിച്ചേരി അല്ലെ? പോണ്ടിച്ചേരി ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ കാരക്കൽ എന്ന് പറയുന്ന സ്ഥലം, മാഹി ഉണ്ടായിരുന്നു, അതുപോലെ യാനം. ഇതൊക്കെ ആരുടെ കീഴിലായിരുന്നു? ഇവയൊക്കെ ഫ്രാൻസിന്റെ കീഴിലായിരുന്നു. ഇവയെയൊക്കെ എന്നാണ് നമ്മൾ മോചിപ്പിച്ചത്? 1954 ഇനി ഗോവ, അടുത്തത് ഏതാണ്? ഗോവ ഉണ്ടായിരുന്നു. അടുത്തത് ഏതാ? ദാമൻ ആൻഡ് ദിയു. ഗോവ ഉണ്ടായിരുന്നു, ദാമൻ ആൻഡ് ദിയു ഉണ്ടായിരുന്നു. ഇത് ആരുടെ കീഴിലായിരുന്നു? പോർച്ചുഗീസുകാരുടെ കീഴിലായിരുന്നു. ഇവയെ മോചിപ്പിച്ചത് എന്നാണ്? 1961 എന്നാണ് 1961. അപ്പൊ അങ്ങനെ നമ്മുടെ എല്ലാ ഭാഗങ്ങളെയും ഇന്ത്യൻ യൂണിയനിലേക്ക് ലയിപ്പിച്ച് അങ്ങനെ നാട്ടുരാജ്യങ്ങളെയും മറ്റു രാജ്യങ്ങളുടെ കീഴിലുണ്ടായിരുന്ന എല്ലാതിനെയും യോജിപ്പിച്ച് ഇന്ത്യ മുഴുവനായിട്ടായത് 1961. കാരണം എന്തുകൊണ്ടാ വെച്ചാൽ 61 പോർച്ചുഗീസുകാർ പോയപ്പോഴാണ് ഗോവയും ദാമനൊക്കെ നമ്മുടെ കൂടെ കൂടിച്ചേർന്നത് അല്ലെ? ദാമനും ദിയും ഒക്കെ. അങ്ങനെ 1961 ഇന്ത്യ അങ്ങനെ മൊത്തം ഒരു രാജ്യമായിട്ട് തീരാണ്. അപ്പൊ എന്താ നമ്മൾ പറഞ്ഞ? ഇന്ത്യയുടെ കീഴിൽ അല്ലെ, ബ്രിട്ടീഷുകാരുടെ കീഴിലുണ്ടായിരുന്ന 565 നാട്ടുരാജ്യങ്ങളെ, എത്ര നാട്ടുരാജ്യങ്ങളെ? 565 നാട്ടുരാജ്യങ്ങളെ നമ്മള് ഏകീകരിച്ച് കൊണ്ടുവരികയാണ്. അപ്പൊ പലരും നമ്മുടെ കൂടെ നിൽക്കില്ല എന്ന് പറഞ്ഞു, പാകിസ്ഥാന്റെ കൂടെ പോകുന്നു പറഞ്ഞു, അല്ലെങ്കിൽ ഇന്ത്യയുടെ കൂടെ പോകുന്നു പറഞ്ഞു, തന്നെ നിൽക്കുന്നൊക്കെ പറഞ്ഞു. തന്നെ നിൽക്കാൻ നമ്മൾ സമ്മതിച്ചില്ല അല്ലെ? നമ്മൾ എന്ത് ചെയ്തു? സ്വതന്ത്ര ഇന്ത്യയിലെ നാട്ടുരാജ്യങ്ങളെ ഏകീകരിക്കാൻ സർദാർ വല്ലഭായ് പട്ടേലിനെ നിയോഗിച്ചു. അദ്ദേഹത്തെ സഹായിക്കാൻ മലയാളിയായ VP മേനോൻ ഉണ്ടായിരുന്നു അല്ലെ? അവരെന്ത് ചെയ്തു? എന്താ പറയാ, പല സൈനിക നടപടികളൊക്കെ കൊണ്ടുവന്ന് ഇതിനെ ഏകീകരിച്ചു. അങ്ങനെ ഹൈദരാബാദ് ഓപ്പറേഷൻ പോളോ വഴി 1948 കാശ്മീര് ഇൻസ്ട്രുമെന്റ് ഓഫ് എക്സഷൻ വഴി 1947 ജൂനഗഡ് ജനഹിത പരിശോധന അഥവാ റഫറൻഡം വഴി 1948 ഇന്ത്യൻ യൂണിയനോട് കൂടിച്ചേർന്നു. ഹൈദരാബാദ് കൂടിച്ചേർന്നപ്പോ അവിടുത്തെ രാജാവ് നൈസാമിലെ ഉസ്മാൻ അലി നൈസാം, അതുപോലെ തന്നെ കാശ്മീർ കൂടിച്ചേർന്നപ്പോ രാജാ ഹരിസിംഗ് ആയിരുന്നു അവിടുത്തെ രാജാവ്. ജൂനഗഡ് കൂടിച്ചേർന്നപ്പോഴോ നവാബ് മുഹമ്മദ് ഗാഞ്ചി തേർഡ് ആയിരുന്നു. അങ്ങനെ നമ്മുടെ നാട്ടുരാജ്യങ്ങളുടെ ഏകീകരണം ഭംഗിയായിട്ട് നമ്മൾ നടന്നു. ഇനി നാട്ടുരാജ്യങ്ങളുടെ ഏകീകരണം നടന്നതിന് ശേഷം സംസ്ഥാനങ്ങൾ പുനഃസംഘടിപ്പിക്കണ്ടേ? നമ്മുടെ സംസ്ഥാന പുനഃസംഘടനയെ കുറിച്ചാണ് നമ്മൾ പഠിക്കണേ. അപ്പൊ സംസ്ഥാന പുനഃസംഘടന എന്ന് പറയുമ്പോൾ സംസ്ഥാനങ്ങൾ എങ്ങനെ രൂപീകരിക്കണം, സംസ്ഥാനങ്ങൾക്ക് എങ്ങനെയാണ് അത് ഓരോ സംസ്ഥാനങ്ങളും രൂപീകരിക്കുക എന്നുള്ളതിനെ കുറിച്ച് പല സംശയങ്ങളും പലർക്കും ഉണ്ടായി. അതിനുമായിട്ട് റിലേറ്റഡ് ആയിട്ട് ആദ്യം നമ്മൾ SK ദർ എന്ന് പറയുന്ന ഒരു കമ്മിറ്റിയെ രൂപീകരിച്ചു. അതായത് ഭരണഘടനാ രൂപീകരണ സമിതി SK ദർ എന്ന് പറയുന്ന ഒരു കമ്മിറ്റിയെ നിയമിക്കുകയാണ് സംസ്ഥാന എന്തിനു വേണ്ടി? പുനർനിർണയത്തിന് വേണ്ടിയിട്ട്. അപ്പൊ ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ വിഭജിക്കണോ എന്ന് തീരുമാനിക്കാൻ വേണ്ടിയിട്ടാണ് SK ദർ ഒരു അഭിപ്രായം പറഞ്ഞു, ഭാഷാടിസ്ഥാനത്തിലാവാം. പക്ഷേ അതിനുശേഷം വേറൊരു കമ്മിറ്റി വന്നു, രണ്ടാമത്
JVP കമ്മിറ്റി വന്നു. JVP കമ്മിറ്റി വന്നു. അതായത് ആരായിരുന്നു? ജവഹർലാൽ നെഹ്റു, സർദാർ വല്ലഭായ് പട്ടേൽ, അതുപോലെ തന്നെ പട്ടാഭി സീതാരാമയ്യ. ഇവരെന്തു പറഞ്ഞു? ഭാഷാടിസ്ഥാനത്തിലെ സംസ്ഥാനം വിഭജിക്കണ്ട എന്ന് പറഞ്ഞു. ഭാഷാടിസ്ഥാനത്തിലെ സംസ്ഥാനം വിഭജിക്കണ്ട എന്നുള്ള തീരുമാനത്തിലെത്തി. അപ്പൊ ഭാഷാടിസ്ഥാനത്തിലെ സംസ്ഥാനം വേണം എന്ന് പറഞ്ഞിട്ട് എന്തുണ്ടായി? തെലുങ്ക് സംസാരിക്കുന്നവർക്ക് വേണ്ടി മാത്രമായിട്ട് ഒരു സംസ്ഥാനം വേണം എന്ന് പറഞ്ഞ് പോറ്റി ശ്രീരാമലു എന്ന് പറയുന്ന ഒരു വ്യക്തി, ആരാണ്? പോറ്റി ശ്രീരാമലു എന്ന് പറയുന്ന ഒരു വ്യക്തി എന്തുണ്ടായി? നിരാഹാരം ഇരിക്കാനായിട്ട് തുടങ്ങി. അങ്ങനെ അദ്ദേഹം 58 ദിവസം നിരാഹാരം ഇരുന്ന് അദ്ദേഹം മരണമടഞ്ഞു. എന്ത് ചെയ്തു? അദ്ദേഹം മരണമടഞ്ഞു. അപ്പോ നമ്മൾ എന്ത് ചെയ്തു? എന്താണ് 1953 എന്താണ്ടായി? ഒരു സംസ്ഥാനം രൂപീകരിക്കുകയാണ്. എന്താണ് സംസ്ഥാനത്തിന്റെ പേര്? 1953 ഒക്ടോബർ മാസം 1-ാം തീയതി ഭാഷാടിസ്ഥാനത്തിൽ ആന്ധ്ര എന്ന ഒരു സംസ്ഥാനം നിലവിൽ വന്നു. എന്താണ് ആന്ധ്ര എന്ന് പറയുന്ന സംസ്ഥാനം? അപ്പോ മദ്രാസ് സംസ്ഥാനത്തിലെ തെലുങ്ക് സംസാരിക്കുന്ന ഭാഗങ്ങളും ഹൈദരാബാദ് സംസ്ഥാനവും ചേർന്ന് ഒരു പുതിയ സംസ്ഥാനം രൂപീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് പോറ്റി ശ്രീരാമലു നിരാഹാരം ഇരുന്നത്. അങ്ങനെ അദ്ദേഹം കുറെ ദിവസം എത്ര ദിവസം നമ്മൾ പറഞ്ഞ 58 ദിവസം നിരാഹാരക്ക് ഇരുന്ന് അദ്ദേഹം മരിച്ചു. അതിനെ തുടർന്ന് 1953 ഒക്ടോബർ 1-ന് ഭാഷാടിസ്ഥാനത്തിൽ ആന്ധ്ര എന്ന് പറയുന്ന ഒരു സംസ്ഥാനം രൂപീകരിച്ചു. ഈ പോറ്റി ശ്രീരാമലുവിന് ഒരു പേരുണ്ട് കേട്ടോ, അമരജീവി എന്നറിയപ്പെടുന്നത് പോറ്റി ശ്രീരാമലു ആണ്. ഇനി ഇന്ത്യ ഗവൺമെന്റ് സംസ്ഥാന നിർണയ തർക്കം, സംസ്ഥാനങ്ങള് ഇനിയിപ്പോ എങ്ങനെ വേണം എന്നുള്ളതിനെ കുറിച്ച് പുതിയ രൂപീകരണത്തെ കുറിച്ച് പഠിക്കാൻ വേണ്ടി 1953 നിയോഗിച്ച കമ്മിറ്റിയുടെ പേരാണ് ജസ്റ്റിസ് ഫസൽ അലി കമ്മിറ്റി. എപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ് ജസ്റ്റിസ് ഫസൽ അലി കമ്മിറ്റിയെ കുറിച്ച്. അപ്പൊ ഫസൽ അലി കമ്മിറ്റി നിയമിച്ചു. ഫസൽ അലി കമ്മിറ്റിയില് ഫസൽ അലി കമ്മിറ്റിയില് ജസ്റ്റിസ് ഫസൽ അലി കൂടാതെ സർദാർ KM പണിക്കർ ഉണ്ടായിരുന്നു. ആരാണ്? സർദാർ KM പണിക്കർ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ആരുണ്ടായിരുന്നു? പണ്ഡിറ്റ് ഹൃദയനാഥ കുൻസ്രു. ആരാണ്? പണ്ഡിറ്റ് ഹൃദയനാഥ കുൻസ്രു അല്ലെങ്കിൽ HN കുൻസ്രു എന്ന് പറയും. ആരാണ്? HN കുൻസ്രു. അദ്ദേഹം ഉണ്ടായിരുന്നു. അപ്പൊ HN കുൻസ്രു, അതുപോലെ KM പണിക്കർ, ജസ്റ്റിസ് ഫസൽ അലി തുടങ്ങിയവരുടെ നേതൃത്വത്തിലുള്ള എന്തിനെ നിയമിക്കുകയാണ്? ഒരു സംസ്ഥാന പുനർനിർണയ കമ്മീഷനെ നിയമിക്കുകയാണ്. അതിലെ മലയാളി അംഗമാണ് സർദാർ KM പണിക്കർ. ഫസൽ അലി റിപ്പോർട്ട് പാർലമെന്റ് ചർച്ച ചെയ്തു. അങ്ങനെ എന്ത് തീരുമാനിക്കുകയാണ്? നമ്മള് ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിക്കാമെന്ന് തീരുമാനിക്കുന്നു. അങ്ങനെ 1956 നവംബർ മാസം 1-ാം തീയതി ഇന്ത്യയിൽ സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ ആക്ട് നിലവിൽ വരുന്നു. എന്താണ് സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ ആക്ട്? സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ ആക്ട് 1956 നിലവിൽ വന്ന് ഇന്ത്യയിൽ 14 സംസ്ഥാനങ്ങളും 6 കേന്ദ്രഭരണ പ്രദേശങ്ങളും നിലവിൽ വരുന്നു. 16 സംസ്ഥാനങ്ങളും 6 കേന്ദ്രഭരണ പ്രദേശങ്ങളും ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിൽ നിലവിൽ വരുന്നു. ഇങ്ങനെയാണ് ഭാഷാടിസ്ഥാനത്തിൽ ഇന്ത്യയിൽ സംസ്ഥാനങ്ങൾ ഉണ്ടായത്. ക്ലിയർ ആയോ നിങ്ങൾക്ക്? അപ്പോ ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിക്കണോ വേണ്ടേ എന്ന് തീരുമാനിക്കാൻ ആദ്യം SK ദർ എന്ന് പറയുന്ന കമ്മിറ്റിയെ നിയമിച്ചു. അതിനുശേഷം JVP കമ്മിറ്റി, ജവഹർലാൽ നെഹ്റു, സർദാർ വല്ലഭായ് പട്ടേൽ, പട്ടാഭി സീതാരാമയ്യ തുടങ്ങിയവരുടെ നേതൃത്വത്തിലുള്ള കമ്മിറ്റിയെ രൂപീകരിച്ചു. ഇവരൊന്നും JVP ഒന്നും അതിനെ അംഗീകരിച്ചില്ല. അപ്പോ തെലുങ്ക് സംസാരിക്കുന്നവർക്ക് വേണ്ടി ഒരു സംസ്ഥാനം വേണം എന്ന് പറഞ്ഞിട്ട് പോറ്റി ശ്രീരാമലു എന്ന് പറയുന്ന വ്യക്തി നിരാഹാരം ഇരുന്ന് മരിച്ചു. അതിന്റെ അടിസ്ഥാനത്തിൽ 1953 ഒക്ടോബർ 1-ന് ആന്ധ്ര സംസ്ഥാനം വന്നു. ഇനി ഇതിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാൻ 1953 നമ്മൾ ജസ്റ്റിസ് ഫസൽ അലിയുടെ നേതൃത്വത്തിൽ വീണ്ടും ഒരു കമ്മിറ്റിയെ കൊണ്ടുവന്നു. ആ കമ്മിറ്റിയിലെ KM പണിക്കർ എന്ന് പറയുന്ന മലയാളിയും HN കുൻസ്രു എന്ന് പറയുന്ന വ്യക്തിയും ഉണ്ടായിരുന്നു. ഇവർ പറഞ്ഞു നമുക്ക് ഭാഷാടിസ്ഥാനത്തിൽ എന്ത് ചെയ്യാം, സംസ്ഥാന പുനഃസംഘടന നടത്താം എന്ന് പറഞ്ഞു. അങ്ങനെ പാർലമെന്റ് അതിനെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്ത് 1956 നവംബർ 1-ന് സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ ആക്ട് പാസാക്കി. ഇന്ത്യയിൽ 14 സംസ്ഥാനങ്ങളും 6 കേന്ദ്രഭരണ പ്രദേശങ്ങളും നിലവിൽ വന്നു. ഓരോ സംസ്ഥാനങ്ങൾ പഠിക്കുമ്പോഴും കേന്ദ്രഭരണ പ്രദേശങ്ങൾ പഠിക്കുമ്പോഴും നമ്മൾ ഓരോ സംസ്ഥാനങ്ങൾ എന്നാ പഠിക്കണേ എന്നാ നിലവിൽ വന്നതെന്ന് പഠിക്കേണ്ട സംസ്ഥാനങ്ങൾ നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞാൻ വെറുതെ 14 സംസ്ഥാനങ്ങൾ നിലവിൽ വന്നതും കേന്ദ്രഭരണ പ്രദേശങ്ങൾ നിലവിൽ വന്ന ഏതൊക്കെയാണെന്ന് ഞാനിപ്പോ പറയുന്നില്ല. അത് ഓൾറെഡി നമ്മള്
നാളെ സംസ്ഥാനങ്ങൾ ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ സംസ്ഥാനങ്ങൾ നിലവിൽ വന്നതൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഇത്രയും ആണ് നമ്മുടെ സംസ്ഥാനം പുനഃസംഘടനയും അതുപോലെ നാട്ടുരാജ്യങ്ങളുടെ ഏകീകരണം. നമ്മൾ പറഞ്ഞു സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ നേരിട്ട പ്രധാനപ്പെട്ട 2 വെല്ലുവിളി. ഇനി നമ്മൾ പഠിക്കാൻ പോണത് അടുത്ത ക്ലാസ്സിൽ സ്വാതന്ത്ര്യം നേടിയതിനു ശേഷം നമ്മുടെ സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യത്തെ തെരഞ്ഞെടുപ്പ് നടന്നു, പൊതു തെരഞ്ഞെടുപ്പ്. അതിൽ ആദ്യത്തെ മന്ത്രിസഭ ഏതാണ്, അതുപോലെ തന്നെ പിന്നെ ഒരു ടോപ്പിക്കും കൂടി അല്ല 2 ടോപ്പിക്കും കൂടി ഉണ്ട്, നമ്മുടെ ഇന്ത്യയിലെ അടിയന്തരാവസ്ഥയും അതുപോലെ തന്നെ സ്വതന്ത്ര ഇന്ത്യയിലെ പ്രധാനപ്പെട്ട യുദ്ധങ്ങളും. അതും പ്ലാനിംഗ് കമ്മീഷനും പിന്നെ നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിലും പഞ്ചവത്സര പദ്ധതിയൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ മെയിൻ ആയിട്ടുള്ള വലിയൊരു ടോപ്പിക്ക് തീരാണ്. അപ്പൊ നമ്മുടെ ഓരോരോ ഭാഗങ്ങൾ തീരാണ് അല്ലെ. അപ്പൊ ഒരു 70% തന്നെ നമുക്ക് വേണമെങ്കിൽ 60 to 70 എന്ന് പറയാം പെർസെന്റേജോളം നമുക്ക് ഇനി സയൻസിന്റെ ഭാഗമാണ് മെയിൻ ആയിട്ടും, ജോഗ്രഫിയാണ് നമുക്ക് പഠിക്കാനുള്ളത്. ബാക്കി കുറെ ഭാഗങ്ങൾ നമ്മൾ പഠിച്ചു തീർത്തുട്ട മക്കളെ. പിന്നെ മാത്സ് ഉണ്ട്, പിന്നെ കറണ്ട് അഫയേഴ്സ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുറേയധികം ഭാഗങ്ങൾ നമ്മൾ പഠിച്ചു തീർന്നു. ആ ഒരു കോൺഫിഡൻസ് നമുക്ക് വേണം. പഠിച്ച് വേഗം തീരട്ടെ, അത് കഴിഞ്ഞ് നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ആൻസർ ചെയ്യാം. അപ്പൊ നമുക്ക് നല്ല കോൺഫിഡൻസ് കിട്ടും. പഠിപ്പിച്ച കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ഓർമ്മ വരുന്നുണ്ടല്ലോ, ഇതൊക്കെ തന്നെയാണല്ലോ പരീക്ഷയ്ക്ക് ചോദിക്കണേ. അപ്പൊ നമ്മുടെ ഒരു മനസ്സിനുണ്ട് ഒരു സന്തോഷം ഉണ്ടല്ലോ, അത് തന്നെ. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയേ ഉള്ളൂ. ഭംഗിയായിട്ട് ഇത് പഠിച്ചു വെച്ചോളൂ കേട്ടോ. അപ്പൊ അടുത്ത ദിവസം മറ്റൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം കേട്ടോ.